സംഘർഷം വളരെ വലിയ രൂപത്തിൽ സങ്കീർണമാകുന്നതിനിടയ്ക്കാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുഭൂമിയിൽ അഥവാ ഇസ്രായേലിൻ്റെ കൺട്രോൾഡായിട്ടുള്ള മരുഭൂമിയിൽ വലിയ രൂപത്തിൽ ഭൂമികുലുക്കം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തതുപോലെ പുതിയ ഒരു രീതിക്ക് ഈ സമരമുറകൾ അല്ലെങ്കിൽ യുദ്ധമുറകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ആണവായുധം പരിശോധിച്ചതാകാനാണ് സാധ്യതയെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. വലിയ രൂപത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്താണ് അവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ ഇസ്രായേൽ തൽക്കാലം പിന്മാറ്റം, അമേരിക്കയും ഇസ്രായേലും പിന്മാറ്റം പോയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും ഒരു മുന്നൊരുക്കത്തോടു കൂടി വന്ന് അതിൽ ആണവായുധം കൂടി ഉപയോഗിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയതിൻ്റെ ഭാഗമാണ് ഈ ഒരു കുലുക്കം എന്നാണ് പറയുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഈ സാഹചര്യത്തിൽ ഭൂമികുലുക്കം വന്നത് അത് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വളരെ നന്നായി അത് ഓപ്പറേറ്റ് ചെയ്തു പരീക്ഷിച്ചു എന്നുള്ളതാണ്. എന്താണെങ്കിലും ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും ഉണ്ടായെന്ന് ഇസ്രായേലി ജനതയിൽ നിന്ന് വാർത്തകളൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ ഹീബ്രു ഭാഷ പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണ സാഹചര്യങ്ങളിലെ ഭൂമികുലുക്കങ്ങൾ പലപ്പോഴും ഇത്തരം ആയുധങ്ങൾ പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലരും പറയപ്പെടുന്നത്. അതേ ആ ലെവലിൽ തന്നെയാണ് ഭൂകമ്പത്തിൻ്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 4.2 രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഈ ഭൂകമ്പത്തിൻ്റെ ദൈർഘ്യവും തീവ്രതയും താരതമ്യേന കുറഞ്ഞ അളവിലായിരുന്നു എന്നും ഇടത്തരം സ്ഫോടനങ്ങൾക്ക് സമാനമായിരുന്നു പ്രകമ്പനങ്ങൾ എന്നും നെഗേവ് മരുഭൂമിക്ക് പുറത്തും ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും ഈ കൂട്ടൊരുക്കി വെക്കൽ അത് ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മൊത്തത്തിൽ ഇസ്രായേലും അമേരിക്കയും കോപ്പ് കൂട്ടുന്നതിന് കുറച്ചുകൂടി സൗകര്യം ചെയ്യാൻ വേണ്ടി കുറച്ചങ്ങോട്ട് ലാഗാക്കിയെന്നേ ഉള്ളൂ. വേറെ ഒരു യുദ്ധം ഇല്ലായ്മ ചെയ്യാൻ ഒരിക്കലും ഇവർ പിന്നാക്കം പോകുന്നില്ല. നോക്കാം, വടക്ക് മധ്യ ഇസ്രായേൽ വരെയുള്ള പ്രദേശങ്ങളിലേക്കും തലസ്ഥാനമായ ജെറുസലേമിന് വടക്കോട്ടും ഈ സൈറൺ മുഴങ്ങി കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അഥവാ ഈ ഒരു പ്രകമ്പനത്തിൻ്റെ ഭാഗമായി സൈറണുകളൊക്കെ ആ രാജ്യത്തുടനീളം സൈറൺ ട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. വാർത്തയാണ്. എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം ഇവിടെ തീരുന്നില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അന്ത്യത്തോടടുക്കുമ്പം ഇതൊക്കെ എടുത്തുപയോഗിക്കാനുള്ളതാണ്. എപ്പം തുടങ്ങും, എന്ന് അങ്ങനെ അവസാനിപ്പിക്കും, എത്ര കൊല്ലത് നീണ്ടുക്കും എന്നുള്ളതൊക്കെ അത് ആ ഘട്ടത്തിൽ മാത്രം പറയാൻ പറ്റുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ലോകക്രമം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.